സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് സി പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് എന്താണ്, നാച്ചുറൽ ലാംഗ്വേജും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. നാച്ചുറൽ ലാംഗ്വേജിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ ലാംഗ്വേജ് റൂൾസ്. അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രാമർ എന്ന് പറയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സിൻടാക്സ് എന്നാണ് അതിന് പറയാം. സിൻടാക്സ് ഉണ്ടാവും, ഓരോ ലാംഗ്വേജിനും ഒരു സിൻടാക്സ് ഉണ്ടാവും. ആ സിൻടാക്സ് അനുസരിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ അതിനെ ബൈനറി ലാംഗ്വേജായി കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യണത്. ഓരോ ലൈൻ ഓഫ് കോഡിങ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറയുക. ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെമികോളൻ യൂസ് ചെയ്യുന്നതെല്ലാം പറഞ്ഞിരുന്നു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകണം എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നൊരു കാര്യമാണ് ക്യാരക്ടർ സെറ്റ് ഓഫ് സി. നമ്മൾ ഏത് ലാംഗ്വേജ് എടുത്താലും ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യുക സെൻറ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേർഡ്സ് ഫോം ചെയ്യണമെങ്കിൽ ക്യാരക്ടർ വേണം, ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ യൂസ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് നമ്മൾ ക്യാരക്ടർ എന്നാണ് പറയുക. അപ്പോൾ ലൈക്ക് നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾ സി എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും നമ്മൾ അതിൽ ഓരോന്നിനെയും ഓരോ ഇതിനും ഡിഫൈൻ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ വേണം. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുണ്ടാക്കണമെങ്കിൽ ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം ടൈപ്പ് ചെയ്തുണ്ടാക്കണത്. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്യാരക്ടർ സെറ്റ്. സിയിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്യാരക്ടർ എന്താണ്? അപ്പോൾ ഇറ്റ് ഡിനോട്ട്സ് എനി ആൽഫബറ്റ്, ഡിജിറ്റ് ഓർ സ്പെഷ്യൽ സിംബൽ യൂസ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾ ക്യാരക്ടർ എന്തിനാണ് യൂസ് ചെയ്യണം? ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാവാം? ആൽഫബറ്റ് ആവാം, ഡിജിറ്റ് ആവാം, സ്പെഷ്യൽ സിംബൽസ് ആവാം. ആൽഫബറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അപ്പർ കേസും ഉണ്ട് ലോവർ കേസും ഉണ്ട്. ഡിജിറ്റ് 0 to 9 ഉണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മളുടെ കീബോർഡ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണ്ടാവും. ബ്രാക്കറ്റ്, കോമ, എക്സ്ക്ലമേഷൻ മാർക്ക്, ആൻഡ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ സിംബൽ എന്ന് പറയാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ക്യാരക്ടർ. ഇനി അതിൻ്റെ യൂസ് എന്താണ്? ഈ ക്യാരക്ടർ സെറ്റ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ബിൽഡ് ചെയ്യണത്? അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കോൺസ്റ്റൻസ്. ഇതെല്ലാം ഞാൻ ഓരോരോ നമ്മൾ പോണ ക്ലാസ്സിലേ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ എന്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ it will use to form constants, variables, operators, keywords, expressions, etc. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ളത് നമുക്ക് ഓരോരോ ക്ലാസ്സിൽ മനസ്സിലാവും. അപ്പോൾ മെയിൻ യൂസ് ഓഫ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റോ മെറ്റീരിയൽ ഓഫ് എനി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇതാണ് ക്യാരക്ടർ സെറ്റാണ് ബേസിക് ആയിട്ട് അതിൻ്റെ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയിക്കോട്ടെ ക്യാരക്ടർ സെറ്റ് ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യാൻ പറ്റൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കണം. ക്യാരക്ടർ സെറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആവും. ഇനി അടുത്തത് ഈ ക്യാരക്ടർ സെറ്റിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് മാറ്റാം. ഒന്നാമത്തെ കാറ്റഗറി സോഴ്സ് ക്യാരക്ടർ സെറ്റ്, രണ്ടാമത്തെ കാറ്റഗറി എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ്. അപ്പോൾ 2 ടൈപ്പിൽ നമുക്ക് ക്യാരക്ടർ സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. വൺ ഇസ് സോഴ്സ് ക്യാരക്ടർ സെറ്റ് ആൻഡ് ഇതാണ് സോഴ്സ് ക്യാരക്ടർ സെറ്റ് ആൻഡ് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ്. സോഴ്സ് ക്യാരക്ടർ സെറ്റിൽ തന്നെ നമുക്ക് 4 ടൈപ്പ് സോഴ്സ് ക്യാരക്ടർ സെറ്റ് ഉണ്ട്. അതിൽ 4 എണ്ണം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്. അപ്പോൾ 4 ടൈപ്പ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റ്, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസ്. ഇതിൽ ഒന്നാമത്തെ ആൽഫബറ്റ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ കീബോർഡ് ഉണ്ടാവുക ഇംഗ്ലീഷ് കീബോർഡ് ആയിരിക്കും ഉണ്ടാവുക. ആ ഇംഗ്ലീഷ് കീബോർഡിൽ തന്നെ നിങ്ങൾക്ക് 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് ആൽഫബറ്റ്സ് ഉണ്ട്. നമുക്ക് അപ്പർ കേസിൽ ആൽഫബറ്റ്സും നോക്കാം, ലോവർ കേസ് ആൽഫബറ്റ്സും നോക്കാം.
അപ്പോൾ അപ്പർ കേസിലത്തെ ആൽഫബറ്റ്സും ലോവർ കേസിലത്തെ ആൽഫബറ്റ്സും A to Z എന്നുള്ള ആൽഫബറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സോഴ്സ് ക്യാരക്ടർ സെറ്റിലെ ഫസ്റ്റ് ടൈപ്പ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ടൈപ്പ് ഡിജിറ്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഡിജിറ്റ് ഈസ് ഫോംഡ് ബൈ 0 to 9 0 to 9 0 1 2 3 4 5 6 7 8 9 അത്രയും ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ സോഴ്സ് ക്യാരക്ടർ സെറ്റ് ഡിജിറ്റ്സ്. ഇനി മൂന്നാമത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. നിങ്ങൾ കീബോർഡിൽ അതർ ദാൻ ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് യു ക്യാൻ സീ സോ മെനി അതർ സിംബോളിക് ക്യാരക്ടേഴ്സ്. അതിനെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉണ്ട്, നിങ്ങൾ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവസാനത്തെയാണ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ബാർ, കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണോ അതാണ് വൈറ്റ് സ്പേസ്. അതിനാണ് സ്പേസ് എന്ന് പറയും. നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതിന് വൈറ്റ് സ്പേസ് എന്നാണ് പറയുക. അപ്പോൾ ഈ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സോഴ്സ് ക്യാരക്ടർ സെറ്റ്. ഇനി അടുത്തത് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ്. എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രിൻ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ. നമ്മുടെ കീബോർഡിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, കീ സ്ട്രോക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ സ്ക്രീനിൽ ആ കീ നമ്മൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണാത്ത കുറച്ച് കീസ് ഉണ്ട്, അൺപ്രിൻ്റബിൾ ആയിട്ടുള്ള കീസ്. ഫോർ എക്സാമ്പിൾ എസ്കേപ്പ്, പിന്നെ എന്താ പറയുക, പ്രിൻ്റ് സ്ക്രീൻ, ഡിലീറ്റ്, പേജ് എൻഡ്, പേജ് അപ്പ്, ഹോം, ഷിഫ്റ്റ്, അങ്ങനെ കുറേ കീസ് ഉണ്ട്. ഈ കീസിനെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ്. അപ്പോൾ എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആർ അൺപ്രിൻ്റബിൾ വിച്ച് മീൻസ് ദേ ആർ നോട്ട് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ഓർ പ്രിൻ്റർ. ഓരോ കീസിനും ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടാവും. ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതിനെക്കാട്ടും ഓരോ കീസിനും ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോവില്ലേ, അല്ലെങ്കിൽ ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെറ്റർ ഡിലീറ്റ് ആയി പോകും, ബാക്ക് സ്പേസ് അമർത്തി കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ലൈൻ പോകും. അങ്ങനെ ഓരോ കീക്കും ഓരോ ഫങ്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കീസിനെ നമ്മൾ എക്സിക്യൂട്ടബിൾ ക്യാരക്ടർ സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സെറ്റിനെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് സോഴ്സ് ക്യാരക്ടർ സെറ്റ്, രണ്ടാമത്തെ വൺ എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ്. സോഴ്സ് ക്യാരക്ടർ സെറ്റിൽ 4 ടൈപ്പ് ഉണ്ട്. എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രിൻ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള സിൻടാക്സ്. നമ്മളിപ്പോൾ ക്യാരക്ടർ സെറ്റിൻ്റെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഈ ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സിൻടാക്സ് ഉണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമർ പോലെ ഒരു സിൻടാക്സ് ഉണ്ട്, ബേസിക് ആയിട്ടൊരു സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടു. ഇനി നമ്മൾ സിൻടാക്സ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. സിൻടാക്സ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ഈ സിൻടാക്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോക്കൺസ് എന്ന് പറയും. ടോക്കൺസ് ഉണ്ട് കുറച്ച്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലത്തെ ടോക്കൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്കൺ ക്യാൻ ബി ഐദർ കീവേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. It can be an identifier, it can be a constant, it can be a string, it can be any symbol, etc. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ടോക്കൺ എന്നാണ് പറയുക. അപ്പോൾ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു ഞാൻ. ഇനി ഓരോ കീവേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഐഡൻറ്റിഫയർ, കോൺസ്റ്റൻറ്റ്, സിമ്പിൾ, എക്സെട്ര ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ടോക്കൺ എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാം നോക്കിയിട്ടുണ്ടായിരുന്നു, ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യണത്. അതിലെന്തൊക്കെയാണ് ടോക്കൺസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോക്കൺസിൽ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ ടോക്കൺ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് ഹലോ, അതായത് ഈ സെൻറ്റൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാൻ, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതിലെന്തൊക്കെ ഇൻഡിവിജ്വൽ ടോക്കൺ ഉണ്ടെന്ന് നോക്കാം. പ്രിൻ്റ് എഫ് എന്നുള്ളത് ഒരു ടോക്കൺ ആണ്, അതൊരു ടൈപ്പ് ഓഫ് കീവേഡാണ്. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ടാവും. ഓൾറെഡി നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കാണെങ്കിൽ ഡിക്ഷണറിയിൽ ആഡ് ചെയ്തിട്ടുള്ള വേർഡ്, അതുപോലെ തന്നെ ഇതിൽ കമ്പൈലറിൽ ഒരു ആഡ് ചെയ്തിട്ടുള്ള അതിന് മീനിങ് ഉള്ളൊരു വേർഡായിരിക്കും പ്രിൻ്റ് എഫ്. പ്രിൻ്റ് എഫ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ഒരു സിമ്പിളാണ്. അടുത്തത് ഒരു എന്താ പറയുക ഐഡൻറ്റിഫയർ, അത് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതായിരിക്കും ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, ലാസ്റ്റത്തെ എൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ. ഇതിൽ 5 ടോക്കൺസ് ഉണ്ട്. ഈ 5 ടോക്കൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ടോക്കൺസ് ഇനി ഓരോന്നായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ടോക്കൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
അതിൽ ഫസ്റ്റത്തെ ഐഡൻറ്റിഫയർ. An C identifier is a name used to identify a variable, function or any user defined item. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് മുന്നത്തെ ഒരു പ്രോഗ്രാമിൽ കാണിച്ചു തരാം. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഡിക്ലറേഷൻ സെക്ഷനിൽ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 10 കൊടുത്തു. ഇതിൽ വേരിയബിളിൻ്റെ നെയിം എ എന്ന് പറയുന്നതാണ് വേരിയബിളിൻ്റെ നെയിം. ആ വേരിയബിളിൻ്റെ നെയിം നമ്മൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് ആ വേരിയബിളിൻ്റെ നെയിമാണ് ഐഡൻറ്റിഫയർ. നമുക്ക് നോക്കാം, ഇവിടെ തന്നെ നോക്കാം. എ C identifier is a name used to identify a variable, function or user defined item. ഫംഗ്ഷൻ്റെ യൂസർ ഡിഫൈൻഡ് ഐറ്റത്തിൻ്റെയും കാര്യം ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കത് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് നോക്കിയാൽ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 10 കൊടുത്തപ്പോൾ ആ ഇൻറ്റ് എ എന്നുള്ളതാണ് വേരിയബിളിൻ്റെ നെയിം. അപ്പോൾ ഇനി വേണമെങ്കിൽ റോൾ നമ്പർ, ഇൻറ്റ് റോൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ റോൾ നമ്പർ എന്നുള്ളതാണ് വേരിയബിളിൻ്റെ നെയിം. അപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിളിൻ്റെ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ, A to Z എന്നുള്ള ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടും സ്മോൾ ലെറ്ററും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഓർ ആൻ അണ്ടർസ്കോർ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലുള്ള ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെയിം ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാം. ഫോളോഡ് ബൈ അതിൻ്റെ കൂടെ, അതായത് സ്റ്റാർട്ട് ചെയ്യണത് ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം, നിർബന്ധമായിട്ടും അങ്ങനെ ആയിരിക്കണം. ഫോളോഡ് ബൈ ബാക്കിയുള്ള ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, ഓർ അണ്ടർസ്കോർ ആവാം. മനസ്സിലായോ? ഐഡൻറ്റിഫയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള റൂൾസാണിത്. ഷുഡ് സ്റ്റാർട്ട് വിത്ത് അപ്പർ കേസ് ഓർ ലോവർ കേസ് ഓർ എൻ അണ്ടർസ്കോർ ആയിരിക്കണം. അതിൻ്റെ കൂടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. ഞാൻ താഴെ കുറേ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അവിടെ കുറേ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയറിൽ നമുക്ക് പങ്ക്ച്വേഷൻ ക്യാരക്ടേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ C എന്നുള്ള ലാംഗ്വേജ് ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസിന് ഒരു മീനിങ് ഉണ്ട്, ലോവർ കേസിന് വേറൊരു മീനിങ് ഉണ്ട്. അപ്പർ കേസിലും ലോവർ കേസിലും രണ്ട് ഐഡൻറ്റിഫയർ എഴുതിയ രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കുക. ചില ലാംഗ്വേജുകളുണ്ട് മാൻ പവർ എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് മാൻ പവർ, അതിൽ M ക്യാപിറ്റൽ ലെറ്ററാണ്, ഇതിൽ M സ്മോൾ ലെറ്ററാണ്. ഇത് രണ്ടും രണ്ട് ഐഡൻറ്റിഫയർ ആയിട്ടാണ് C ഉള്ള കമ്പൈലർ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ചില ലാംഗ്വേജുകൾ ഇത് രണ്ടും ഒന്നാന്ന് പറയും. അത് നമ്മൾ നിൽക്കട്ടെ. അപ്പോൾ കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസിനും ലോവർ കേസിനും രണ്ടും രണ്ട് മീനിങ് ആയിട്ട് എടുക്കുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്താ പറയുക കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുക. അപ്പോൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് ആണിത്. ഇത് നോക്കിയാൽ എല്ലാം ഇത് സ്റ്റാർട്ടിങ് വിത്ത് ലോവർ കേസാണ്, ഇത് ലോവർ കേസ്, ഇതിലിടയിൽ അണ്ടർസ്കോർ വന്നു, അത് അക്സെപ്റ്റബിൾ ആണ്. സ്റ്റാർട്ടിങ് വിത്ത് അണ്ടർസ്കോർ അതും പറ്റും, ഇടയിൽ ഡിജിറ്റ്സ് പറ്റും. അപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. സോറി, ഇതിൽ തേർഡ് പോയിന്റിൽ C ഡസ് നോട്ട് അലോ പങ്ക്ച്വേഷൻ ക്യാരക്ടേഴ്സ്. പങ്ക്ച്വേഷൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ച് ഐഡൻറ്റിഫയർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ നേരത്തെ എന്തോ പറഞ്ഞു. പക്ഷേ ഇതിൽ C ഡസ് നോട്ട് അലോ പങ്ക്ച്വേഷൻ ക്യാരക്ടേഴ്സ് വെച്ചാൽ @ അതൊക്കെ പറ്റില്ല എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ ഇതാണ് ഐഡൻറ്റിഫയർ. ഇനി അടുത്തത് കീവേഡ്സ്. ഞാൻ ഓൾറെഡി കുറേ വട്ടം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കീവേഡ് എന്താണെന്നുള്ളത്. ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ നമ്മൾ ഓൾറെഡി ഡിക്ഷണറിയിൽ ആഡ് ചെയ്തിട്ടുള്ള വേർഡിന് ഓരോരോ മീനിങ് ഉണ്ടാവും. ആ മീനിങ് നമുക്ക് അതിന് വേണ്ടി മാത്രം, ആ മീനിങ് വരുന്ന സ്ഥലത്ത് മാത്രം വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സിയിൽ റിസർവ്ഡ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓട്ടോമാറ്റിക് ആയിട്ട് മീനിങ് ഉണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുമ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ മീനിങ് ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ നെയിം, ഐഡൻറ്റിഫയറിൻ്റെ നെയിം ഒന്നായിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കുറച്ച് കീവേഡ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ, കോൺസ്റ്റൻറ്റ്, ഇപ്പോൾ ഇൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മൾ HTML പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റ്, പിന്നെ ക്യാരക്ടർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റ്, ക്യാരക്ടർ, അങ്ങനെ കുറച്ച് കീവേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടതുണ്ട്. അതല്ലാതെ കുറേ കീവേഡ്സുകളുണ്ട് ഈ ലിസ്റ്റിലല്ലാത്തത് കൊണ്ട് ഇതാണ് കുറച്ച് കീവേഡ്സ്. അപ്പോൾ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വേർഡ്, അതിന് ഓൾറെഡി ഒരു മീനിങ് സീലുണ്ട്. അത് നമുക്ക് വേരിയബിൾസിനും കോൺസ്റ്റൻറ്റിനും ഐഡൻറ്റിഫയറിനും ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ്. ഇനി അടുത്തത് സെമിക്കോളൻ. അപ്പോൾ ഞാൻ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ
സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യണതും ഒരു സെമി കോളനിലായിരിക്കണം. അപ്പോൾ ഇൻ സി പ്രോഗ്രാം ദ സെമി കോളൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റർ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു സെമി കോളൻ. ദാറ്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് എൻഡഡ് വിത്ത് സെമി കോളൻ. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റും സെമി കോളൻ വെച്ചിട്ട് അവസാനിക്കണം. അപ്പോൾ ഇത് ഒരു ലോജിക്കൽ എൻറ്റിറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെമി കോളൻ, അതായത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെമി കോളൻ വെച്ച് എൻഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെമി കോളൻ ഇട്ടിരിക്കുന്നു, റിട്ടേൺ 0 വേണ്ട ഒരു സെമി കോളൻ ഇട്ടിരിക്കുന്നു. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് കഴിയുമ്പോൾ സെമി കോളൻ ഇടണം. അപ്പോൾ ഇനി സെമി കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം റൺ ആവില്ല. നിങ്ങൾക്ക് അത് ലാബിൽ വന്ന് ചെയ്യുന്ന സമയത്തേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് ബൈ എ സെമി കോളൻ. അടുത്ത കമൻറ്റ് ലൈൻസ്. കമൻറ്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. കമൻറ്റ്സ് ആർ ലൈക്ക് ഹെൽപ്പിംഗ് ടെക്സ്റ്റ്. നമ്മൾ എന്താ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെൽപ്പിംഗ് ടെക്സ്റ്റ് ആണ് കമൻറ്റ് ലൈൻസ്. ഇറ്റ് ഈസ് ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സച്ച് കമൻറ്റ് ലൈൻസ് ആർ ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ വെൻ കമ്പൈലിംഗ്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ കമ്പൈലർ അക്സെപ്റ്റ് ചെയ്യില്ല, പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് / ആൻഡ് സ്റ്റാർ ആൻഡ് ടെർമിനേറ്റ് വിത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാരക്ടേഴ്സ് എഴുതി. ഇറ്റ് ഷുഡ് ടെർമിനേറ്റ് വിത്ത് സ്റ്റാർ ആൻഡ് /. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ. ഇനി ഇതിൽ സി എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നെസ്റ്റഡ് കമൻറ്റ്സ് അലൗഡ് അല്ല. കമൻറ്റ്സ് വിത്തിൻ കമൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കമൻറ്റ് ഫോർമാറ്റ്. ഇതാണ് കമൻറ്റ്. ഒരു എക്സാമ്പിൾ ഇതിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം ഈ /ഉം സ്റ്റാർട്ടിങ് എൻഡ് ചെയ്യണ ഭാഗം കമ്പൈലർ അക്സെപ്റ്റ് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യും. ഇതാണ് കമൻറ്റ് ലൈൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഒന്നുകൂടി ഞാൻ ആദ്യം മുതൽ നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് വെച്ചിട്ടാണ് നിർത്തിയത്. പിന്നെ ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, ക്യാരക്ടർ സെറ്റ് എന്ന്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ് ആവാം, ഡിജിറ്റ് ആവാം, സ്പെഷ്യൽ സിംബൽ ആവാം. ഇൻഫർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ്, വേരിയബിൾ, ഓപ്പറേറ്റേഴ്സ്, കീവേഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാരക്ടർ സെറ്റിൻ്റെ നാച്ചുറൽ ലാംഗ്വേജ് അല്ലെങ്കിൽ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്, സോഴ്സ് ക്യാരക്ടർ സെറ്റും എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റും. സോഴ്സ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആൽഫബറ്റ്സ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ്, ഡിജിറ്റ്സ് 0 to 9. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കുറേ എണ്ണം ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക്, ആസ്റ്ററിസ്ക് സിംബൽ, പെർസെൻറ്റേജ്, എക്സ്ക്ലമേഷൻ മാർക്ക് എക്സെട്ര. അടുത്തത് വൈറ്റ് സ്പേസ്. ഈ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സോഴ്സ് ക്യാരക്ടർ സെറ്റ്. എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രിൻ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുക. അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ്. അത് എക്സാമ്പിൾ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ്, അങ്ങനത്തെ തന്നെ നമ്മൾ എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. ബേസിക് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുമ്പോൾ നമ്മൾ ലാംഗ്വേജ് എഴുതുമ്പോൾ ഗ്രാമർ പോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ബേസിക് ആയിട്ടുള്ള സിൻടാക്സ്. അപ്പോൾ സിൻടാക്സ് പറയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ ടോക്കൺസ് എന്നാണ് പറയുക. ടോക്കൺ ക്യാൻ ബി കീവേഡ്, ഐഡൻറ്റിഫയർ, കോൺസ്റ്റൻറ്റ് എക്സെട്ര. നമ്മളിപ്പോൾ ആദ്യം ഇത് ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഇൻഡിവിജ്വൽ ടോക്കൺസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പ്രിൻ്റ് ഒരു കീവേഡാണ് ഞാൻ പറഞ്ഞു. അതിന് ഓൾറെഡി ഒരു മീനിങ് ഉണ്ട്. ബ്രാക്കറ്റ് ഒരു സ്പെഷ്യൽ സിമ്പിൾ, ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ്, പിന്നെ ക്ലോസിങ് ബ്രാക്കറ്റ്, പിന്നെ അവസാനം സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യണം. ഇതൊക്കെ ടോക്കൺസ് ആണ്. ഇനി ഓരോ ടൈപ്പ് ഓഫ് ആയിട്ട് നോക്കാം. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ എ വേരിയബിൾ, ഫംഗ്ഷൻ ഓർ യൂസർ ഡിഫൈൻഡ് ഐറ്റം. യൂസറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന എന്തിനും നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫൈന് ഓരോ റൂളുണ്ട്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ഓർ സ്മോൾ ലെറ്റർ ഓർ അണ്ടർസ്കോർ ഫോളോഡ് ബൈ 0 or more ലെറ്റേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ് ഓർ ഡിജിറ്റ്സ്. പക്ഷേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. മാൻ പവർ എന്നുള്ളതും സ്മോൾ ലെറ്ററിൽ നമ്മൾ എഴുതുന്നതും ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതും രണ്ടും ഐഡൻറ്റിഫയർ ആയിട്ട് മാറും. ഈ എഴുതിയിരിക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ആൻ ഐഡൻറ്റിഫയർ ആണ്. പിന്നെ അടുത്തത് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട് സിയിൽ. അത് നമുക്ക് അതിന് കുറച്ച് മീനിങ് ഉണ്ട്. അത് നമുക്ക് വേറെ വേരിയബിൾസിനും കോൺസ്റ്റൻറ്റ് ഐഡൻറ്റിഫയർ ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അടുത്തത് സെമിക്കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ടെർമിനേറ്ററിനെ സെമിക്കോളൻ യൂസ് ചെയ്തിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക.
ലോജിക്കൽ ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, രണ്ടും ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് സെമിക്കോളൻ വെച്ചിട്ടാണ്. കമൻറ്റ് ലൈൻസ് which are like helping text ignored by the compiler. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷൻ.